ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ കുറേ ദിവസമായി വിചാരിക്കുന്നു ഞാൻ ലുലുവിൻ്റെ ഒരു ബ്യൂട്ടി ഫെസ്റ്റിൻ്റെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. അതിൻ്റെ ഒരു വ്ളോഗ് ചെയ്യണമെന്ന്. പക്ഷേ ഇങ്ങനെ മടിയൊക്കെ പിടിച്ചിരുന്ന് ചെയ്യാൻ ടൈം കിട്ടില്ല. അപ്പം ഇന്ന് മോർണിംഗ് എനിക്കൊരു ഫോട്ടോഷൂട്ട് ഉണ്ടായി. അപ്പം അത് കഴിഞ്ഞിട്ട് എന്തായാലും അതിന് വേണ്ടി റെഡിയായി. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചിരുന്ന പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതങ്ങനെ ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചു. സോ ഞാൻ എന്തൊക്കെ സ്റ്റെപ്സ് ആണ്, എന്തൊക്കെയായിരുന്നു അതിന്റെ പ്രൊസീജിയേഴ്സ്, അല്ലെങ്കിൽ എന്തൊക്കെയായിരുന്നു അതിന്റെ സ്റ്റെപ്സ് ഉണ്ടായിരുന്നത്, എന്റെ എക്സ്പീരിയൻസ് എന്തായിരുന്നു, അതൊക്കെ പറയാമെന്നാണ് ഞാൻ വിചാരിച്ചേക്കുന്നത്. ലുലു ബ്യൂട്ടി ഫെസ്റ്റിന്റെ നമുക്ക് ഓഡീഷൻ വന്നത് ഓഫീസിലാണ്. ഞാനിവിടെ കാക്കനാട് ഇൻഫോ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അവിടെ നമുക്ക് ഓഡീഷൻ ഉണ്ടായി. അപ്പൊ ഞാൻ അവിടെ ഓഡീഷനാണ് പോയത്. അവിടെ ഓഡീഷന് പോയപ്പോ ഞാൻ എന്റെ കുറച്ച് ഫ്രണ്ട്സ്, എനിക്ക് പോകണം താല്പര്യമുള്ളത് കൊണ്ട് തന്നെ ഞാൻ എന്റെ കുറച്ച് ഫ്രണ്ട്സിനെയും വിളിച്ചുകൊണ്ടാണ് പോയത്. അവിടെ ചെന്നു, ഓഡിഷൻ ചെയ്തു. അതിന്റെയും കുറച്ച് ക്ലിപ്സ് ഞാൻ ആഡ് ചെയ്യാം. ഓഡിഷൻ ചെയ്തപ്പോൾ അവർ നമുക്കൊരു ഇൻട്രോ പോലെയൊക്കെ തന്നു, എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഒരു വാക്കും ഒരു സെൽഫ് ഇൻട്രോ ഉണ്ടായി, ആൻഡ് അവരുടെ സൈഡിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായി. ഇതായിരുന്നു നമ്മളെ കൊണ്ട് ചെയ്യിച്ചത്. ഇത് കഴിഞ്ഞിട്ട് ഇവര് പറഞ്ഞിരുന്നു നമ്മൾ സെലക്ട് ആവുകയാണെങ്കിൽ നമ്മൾ വിളിക്കും എന്ന് ഇവര് പറഞ്ഞിരുന്നു. അങ്ങനെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് 2-3 വീക്സ് കഴിഞ്ഞിട്ടാണ് ഇവര് വിളിക്കുന്നത്. അതായത് നമ്മുടെ ഇവന്റ് വാസ് ഓൺ December 8th. എനിക്ക് തോന്നുന്നു December 8th ആയിരുന്നു ഫൈനൽസ്, 6th സെക്കൻഡ് റൗണ്ട്. അപ്പം 5th, 6th, 7th സെക്കൻഡ് റൗണ്ട്. എന്നെ എന്തോ 4th ഇവര് വിളിച്ചത്. അപ്പം വിളിച്ചിട്ട് പറഞ്ഞു ഒരു മേക്ക് ഓവർ ആൻഡ് ഫോട്ടോഷൂട്ടിന്റെ റൗണ്ട് ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ തന്നെ ഡ്രസ്സ് കൊണ്ടുപോകണം, നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് കൊണ്ടുപോകാം. അപ്പം അവര് നമുക്ക് ഹെയർ ആൻഡ് മേക്കപ്പ് ചെയ്തു തരും, ഒരു ഫോട്ടോഷൂട്ട് സെഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് അവർ വിളിച്ചത്. ഐ സെഡ് ഓക്കെ, ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അറൌണ്ട് 11 ഒക്കെ ആവുമ്പോഴത്തേക്കും എടപ്പള്ളി ലുലുവില് റിപ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞത്. നമ്മൾ എടപ്പള്ളി ലുലുവില് പോയി. ചിലപ്പോൾ ആദ്യം കുറെ നേരം ഉണ്ടായിരുന്നു, ആരും ഉണ്ടായിരുന്നില്ല. കുറെ നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഓരോരുത്തരായിട്ട് വന്നത്. വന്നു കഴിഞ്ഞിട്ടും ഇവര് നമ്മളെ ഓരോ ബാച്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു, ഓരോ 5 ബാച്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് നമ്മള് വിത്തൗട്ട് മേക്കപ്പ് വേണമായിരുന്നു പോകാൻ. ആകെ സ്കിൻ കെയർ മാത്രം ചെയ്തിട്ടാണ് പോയത്. വിത്തൗട്ട് മേക്കപ്പിൽ പോയിട്ട് അവര് കുറച്ച് നമ്മളൊരു സെൽഫ് ഇൻട്രോ പോലത്തെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നതാണ്. അപ്പം അങ്ങനെ ഈ ഒരു ബാച്ച് ആയിട്ട് കൊണ്ടുപോയി സെൽഫ് ഇൻട്രോ വീഡിയോസ് ഷൂട്ട് ചെയ്തു. അതിലും നല്ല ടൈം എടുത്തു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ ഇവിടെ വേറൊരു റൂമിൽ കൊണ്ടുപോയിട്ട് നമ്മൾ അവര് മേക്കപ്പ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയത്. അപ്പം ഇതിനു മുമ്പ് തന്നെ നമുക്ക് ഒരു ഫുഡൊക്കെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായതുകൊണ്ട് ഒരു സമാധാനം ഉണ്ടായി. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അല്ല, നമുക്ക് ആക്ച്വലി ഇവിടെ ചെന്നപ്പോൾ ഒരു സാൻഡ്വിച്ച് ഉണ്ടായി, ലഞ്ചിന് ഒരു സ്പ്രെഡ് പോലെ ഉണ്ടായി. അതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മുടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ ലഞ്ച് കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ വിത്തൗട്ട് മേക്കപ്പ് നമ്മൾ സെൽഫ് ഇൻട്രോ എടുത്തത് അവർ TV പ്ലേ ചെയ്യും. ആ പ്ലേ ചെയ്തതിന്റെ കൂടെ നമുക്കൊരു വാക്ക് ഉണ്ടായി. അവിടെ ചെറിയൊരു സ്റ്റേജ് ഉണ്ടായാലും അവിടെ തന്നെ ഒരു ചെറിയൊരു വാക്ക് ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് ആണ് നമ്മുടെ ഹെയർ ആൻഡ് മേക്കപ്പ് ചെയ്യേണ്ടത്. അപ്പം ആ വാക്ക് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഓടി തിരക്ക് പിടിച്ച് വന്ന് നമ്മള് മേക്കപ്പ് ഒക്കെ ചെയ്തു. ഞാൻ ഇതിന് വേണ്ടിയിട്ട് നസൈഡിൽ പോയിട്ട് ഒരു ഫ്യൂ ഔട്ട്ഫിറ്റ്സ് ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയായിരുന്നു. അതിൻ്റെ അകത്തുനിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു 2 ഡ്രസ്സാണ് ഞാൻ എടുത്തത്. അപ്പം ഇതില് ടു ബി ഓണസ്റ്റ് എനിക്ക് എന്റെ ഹെയർ ആൻഡ് മേക്കപ്പ് ഇഷ്ടമായിട്ടില്ലായിരുന്നു. ബട്ട് അത് അവർ ചെയ്ത് തമ്മായതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഐ വെന്റ് വിത്ത് ഇറ്റ്. അതായത് മേക്കപ്പ് കഴിഞ്ഞപ്പം നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ബാച്ച് പോലെ തന്നെ അവർ ഓരോരുത്തരെയും കൊണ്ട് ഒരു സ്പേസിൽ പോയിട്ട് ഫോട്ടോസ് എടുത്തു. അതിന്റെയും കുറച്ച് ക്ലിപ്സ് മാത്രമേ എൻ്റെ ഉള്ളൂ. എനിക്ക് ഈ ഫോട്ടോസും വീഡിയോസും ഒന്നും കിട്ടിയിട്ടില്ല, കിട്ടുമെന്നും തോന്നില്ല. പ്രീവിയസ് ഇവന്റ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആൾക്കാര് പറഞ്ഞത് ദേ ഹാവൻ ഗോട്ട് ദെയർ ഫോട്ടോസ് ആൻഡ് വീഡിയോസ്. സോ അത് കിട്ടുമെന്ന് എനിക്ക് നോക്കൂ. ഓക്കെ, അപ്പൊ ഫോട്ടോയും വീഡിയോ എടുത്തു. അവിടെ ഉണ്ടായിരുന്ന എല്ലാരും തന്നെ നമുക്ക് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. അതുകൊണ്ട് വലിയ ഇഷ്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാരും ജോളിയും കൊണ്ടായിരുന്നു. പക്ഷെ കുറച്ച് ചില സമയത്തൊക്കെ സ്ട്രിക്റ്റ് ആയിരുന്നു എങ്കിലും ഇറ്റ് വാസ് ഫൈൻ. അത് കഴിഞ്ഞിട്ട് ഫോട്ടോസ് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ അഗെയിൻ ആസ് എ ബാച്ച് സെയിം ബാച്ച് തന്നെയായിട്ട് നമ്മൾ സ്റ്റേജിലോട്ട് പോയി. അവിടെയും
നമ്മൾ ലുലു ബ്യൂട്ടി ഫെസ്റ്റ് നടക്കുന്നതുകൊണ്ട് ഓൺ സ്റ്റേജ് കുറെ ഇവന്റ്സ് നടക്കുന്നുണ്ടായി. ഓരോ ബാൻഡിന്റെ പ്രോഗ്രാം ഉണ്ടായി, ഓരോ പ്രൊഡക്ട്സിന്റെ ലോഞ്ച് പോലെ ഉണ്ടായി. അപ്പം ഇതിന്റെയൊക്കെ ഗ്യാപ്പിലാണ് നമ്മൾ കയറ്റുന്നത്. അങ്ങനെ ഞങ്ങൾ ചെന്ന് കുറച്ചുപേരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കയറി. ഇതേപോലെ വാക്കും കഴിഞ്ഞു, ഒരു ക്വസ്റ്റ്യനും ഉണ്ടായി. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. അപ്പൊ നമ്മുടെ ഹോൾ പ്രോഗ്രാം കഴിഞ്ഞ് വന്നപ്പോ തന്നെ അറൌണ്ട് 9:30 ഒക്കെ ആയി. അപ്പോഴത്തേക്കാണ് എല്ലാം കഴിഞ്ഞത്. അതിനകത്ത് ഇരുന്നുകൊണ്ടുള്ള സമയം പോയത് അറിഞ്ഞില്ല. നമ്മുടെ ബാച്ച് റാമ്പിൽ കയറിയ പോലെ തന്നെ ഫുൾ എല്ലാരും കൂടി റാമ്പിൽ കയറിയ ഒരു വാക്കൊക്കെ ഉണ്ടായി. അത് എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. നമ്മുടെ ഫസ്റ്റ് ബാച്ചായിട്ട് കയറിയപ്പോഴത്തേക്കും അവർ നമുക്കൊരു സർട്ടിഫിക്കറ്റും തന്നു, ഒരു ഹാമ്പറും തന്നു. എനിക്ക് ആക്ച്വലി യാഡ്ലിയുടെ ഹാമ്പറാണ് കിട്ടിയത്. അതിപ്പോ ഓരോ ബാച്ചിനും ഓരോ ഡിഫറെന്റ് പ്രൊഡക്റ്റ് ആണ് കൊടുത്തത്. എനിക്ക് ആദ്യം കയറിയ ബാച്ചിന് ഫോഗിന്റെ ഒരു ഹാമ്പറാണ് കൊടുത്തത്. ഞാൻ കയറിയ ബാച്ചിന് യാഡ്ലിയുടെ, ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ടായ ബാച്ചിന് പ്ലമ്മിന്റെ ആണ്. അപ്പം ആക്ച്വലി ഞാൻ എന്റെ യാഡ്ലിയുടെ ഹാമ്പർ ഞാൻ എക്സ്ചേഞ്ച് ചെയ്തു പ്ലമ്മിന്റെ ആയിട്ട്. അപ്പം എനിക്ക് പ്ലമ്മിന്റെ അത് കിട്ടിയ പ്രൊഡക്ട്സ് ഒക്കെ ഞാൻ കാണിക്കാം. യാഡ്ലിയുടെയിലും അവരുടെ ബോഡി മിസ്റ്റ്, ബോഡി ലോഷൻ, പൗഡർ, അങ്ങനെ കുറെ ഐറ്റംസ് ആണ്. പ്ലമ്മിന്റെ അകത്ത് ഫേസ് വാഷ്, ഷാംപൂ, കാജല്, അങ്ങനെ 2 ഐറ്റംസ് ഒക്കെയാണ്. അപ്പം അത് കിട്ടി. പ്ലസ് പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും അവരൊരു 1000 rupees ഒരു വൗച്ചറും കൊടുത്തു. എല്ലാവർക്കും അതുണ്ടായി. സോ എനിക്കത് കിട്ടിയപ്പോഴത്തേക്ക് ഞാൻ ഹാപ്പിയായി. അപ്പം ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ പറഞ്ഞത് നിങ്ങൾ നെക്സ്റ്റ് റൗണ്ടിലേക്ക് സെലക്ടഡ് ആവുകയാണെങ്കിൽ 11 o'clock മുമ്പ് നമ്മൾ വിളിക്കുന്നതായിരിക്കും പറഞ്ഞു. അപ്പം 11 ആയപ്പോഴത്തേക്കും വിളി വന്നില്ല. അപ്പം മനസ്സിലായി നമുക്ക് കിട്ടിയിട്ടില്ല എന്ന്. ആൻഡ് ഞങ്ങളത് ഫ്രൈഡേ ആയിരുന്നു ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ആയിരുന്നു. 4th, 5th, 6th ഞങ്ങൾ ലാസ്റ്റ് ബാച്ച് കയറിയത്. അതായത് അറൌണ്ട് 1000+ കണ്ടസ്റ്റൻസിൽ നിന്നും 60 ആൾക്കാരെയാണ് അവിടെ സെലക്ട് ചെയ്തത്. അതായത് 30 males and 30 females ആണ് അവർ സെലക്ട് ചെയ്തത്. അപ്പം ഐ വാസ് ലക്കി ഇനഫ് ടു ബി one among the 30. ഞാനിപ്പോഴും അത് ഞാൻ ചോദ്യം ചെയ്യുന്നുണ്ട്, ലൈക്ക് വാട്ട് ഡിഡ് ദേ സീ ഇൻ മീ എന്നുള്ളത് എനിക്കിപ്പോ ഒരു ചോദ്യമാണ്. ഞാൻ അവരോട് ചോദിക്കുകയും ചെയ്തു, ലൈക്ക് നിങ്ങൾ ആള് മാറിപ്പോയി എടുത്തതാണോ എന്ന് വരെ ഞാൻ ചോദിച്ചായിരുന്നു അവരുടെ. എനിവേസ്, ഫൈനൽസിലോട്ട് കയറുന്നത് ഈ എമംഗ് ദ 60, 10 males and 10 females ആയിരുന്നു. അപ്പൊ ഫൈനൽ റൗണ്ടിലോട്ട് വരുമ്പോൾ ഉള്ള പ്രോസസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലും ഉണ്ട് 3 rounds. അതിൽ എലിമിനേഷൻ ഇല്ല, ജസ്റ്റ് 3 rounds ആണ്. 3 attires ആണ്. ഒന്ന് ലെഹങ്കാസ് പോലത്തെ ഔട്ട്ഫിറ്റ്സ്, സെക്കൻഡ് വൺ ഇസ് ബിസിനസ് കാഷ്വൽ ലൈക്ക് ബ്ലേസേഴ്സ്, ഓഫീസ് ഔട്ട്ഫിറ്റ്സ് പോലത്തെ, തേർഡ് വൺ ഇസ് ഗൗൺ പോലത്തെ ഡ്രസ്സസ് ഒക്കെ ഇട്ടിട്ട്. സോ അതിൽ നിന്നാണ് ഇവര് ഒരു വിന്നറിനെ ചൂസ് ചെയ്യുന്നത്. ലുലുവിന്റെ എല്ലാ ലൊക്കേഷൻസിലും ഇതിന്റെ കോമ്പറ്റീഷൻ ഉണ്ടായി. ഓൾ അറൌണ്ട് ഇന്ത്യ എനിക്ക് തോന്നുന്നു എല്ലായിടത്തുനിന്നും എല്ലാവരും ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുണ്ടായി. എന്റെ ഓഡിഷന് പോയപ്പോൾ, അല്ലെങ്കിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്ത അന്ന് എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാള് വാസ് ഫ്രം കാസർഗോഡ്. അപ്പം എല്ലാരും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വന്നാണ് ലൈക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. എന്റെ ഒരു ഓവറോൾ എക്സ്പീരിയൻസ് എന്ന് പറയാനായിട്ട് ഐ ഗോട്ട് കുറെ അധികം നല്ല ഹ്യൂമൻ സോൾസിനെ പരിചയപ്പെടാൻ പറ്റി. ഐ ഗോട്ട് എ ഫ്യൂ ഗുഡ് ഫ്രണ്ട്സ്. അപ്പം അതൊക്കെ എനിക്ക് വളരെ ഹാപ്പി ആയിരുന്നു. അല്ലേ, എന്തുകൊണ്ടോ ആ ഒരു ഫുൾ ഡേ എനിക്ക് മെമ്മറബിൾ ആണ്. എനിക്ക് കുറച്ചധികം ആൾക്കാരെ ഫ്രണ്ട്സ് ആയിട്ട് കിട്ടിയത് അവരെല്ലാരും അവരൊക്കെ പ്രൊഫഷണൽ ആയിട്ട് എന്തെങ്കിലും ചെയ്യുന്ന ആൾക്കാരായിരുന്നു. ഞാൻ മാത്രമായിരുന്നു വിത്തൗട്ട് എനി ബാക്ക്ഗ്രൗണ്ട് ഗോയിങ് ഇൻ ടു ദിസ്. അപ്പം ഈവൻ അവരാണെങ്കിലും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. എല്ലാവരും തന്നെ ഭയങ്കര സ്വീറ്റ് ആയിരുന്നു. അപ്പൊ എനിക്കത് ഇഷ്ടമായി. എല്ലാ കൊല്ലവും ഉണ്ട് ഈ ലുലു ബ്യൂട്ടി ഫെസ്റ്റ് ഇസ് ഹാപ്പനിങ്. എനിക്ക് അതിൻ്റെ അകത്ത് അവരെ ഏജ് ലിമിറ്റ് വെച്ചിട്ടുണ്ട് 18 to 30. സോ മേ ബി നെക്സ്റ്റ് ഇയർ ഐ മൈറ്റ് ഓർ ഐ മൈറ്റ് നോട്ട് പാർട്ടിസിപ്പേറ്റ്. ഞാൻ ഡിസൈഡ് ചെയ്തിട്ടില്ല. ആൻഡ് മേ ബി ഞാൻ ചിലപ്പോൾ ഇതുപോലെ ഈ പാജൻസിൽ ട്രൈ ഔട്ട് ചെയ്യും. റാമ്പിൽ ലൈക്ക് ഞാൻ ക്യാമറയുടെ പുറകിൽ നിന്ന് ക്യാമറയുടെ മുമ്പിലോട്ട് വരാനായിട്ട് ഞാൻ എന്നെ തന്നെ ഫോഴ്സ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ആയിരുന്നു എന്ന് ഞാൻ കരുതുന്നു. ഞാൻ ഇനിയും ഇതുപോലെ
എന്റെ കംഫർട്ട് സോണിന് പുറത്തിറങ്ങി ഓരോന്ന് ചെയ്യണം എന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. സോ അത്രയൊക്കെ ഉള്ളൂ. എന്റെ ഈ കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് കമന്റ്സിൽ ചോദിക്കുക. ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ബൈ.